ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും അഡ്വാൻസ്ഡ് ഈദ് മുബാറക്ക്. അപ്പം കുറെ ആയില്ലേ നമ്മൾ വ്ളോഗൊക്കെ ചെയ്തിട്ട്. സോ ഞാനിപ്പോ കാലിക്കറ്റ് നിന്ന് നമ്മളെ നാട്ടിലോട്ട് പോവാണ് കേട്ടോ. കാരണം പെരുന്നാളൊക്കെയാണ്, ഡ്രസ്സൊക്കെ എടുക്കണം. പിന്നെ 2 ദിവസം സ്കൂളിൽ ലീവ് ഉണ്ട്, അല്ല കോളേജ് ലീവ് ഉണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ച നാട്ടിലേക്ക് പോവാന്നുള്ളത്. ഇപ്പൊ ഞാൻ KSRTC ബസ്സിലാണ് കേട്ടോ ഉള്ളത്. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫ് ആണ് കേട്ടോ. വീട്ടിൽ പോയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് വേഗം വീഡിയോയിലോട്ട് പോവാം. കോഴിക്കോട് ടു മലപ്പുറം പോകുമ്പോൾ എപ്പോൾ ഞാൻ KSRTC കയറിയിട്ടുണ്ടെങ്കിലും ആ കയറി വരുന്ന ഡോറിന്റെ അവിടുത്തെ ആ ഫസ്റ്റത്തെ സീറ്റില്ലേ, അത് എനിക്ക് വേണ്ടി ഒഴിഞ്ഞു കിടക്കലുണ്ട് കേട്ടോ. എപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ കോട്ടപ്പടി എത്തി. അങ്ങനെ ഞാൻ നാട്ടിലെത്തിയിട്ട് നാട്ടിൽ നിന്ന് വീട്ടിലോട്ടുള്ള ബസ് കയറിക്കാണ് കേട്ടോ. നമുക്ക് 2 ബസ് കയറണം. മലപ്പുറം വന്ന് ഇറങ്ങിയിട്ട് അവിടുന്ന് ഇരുമ്പുയിക്കുള്ള ബസ് കയറണം. പെരിയിലെത്താനായി. ഞാൻ അച്ഛന് മുട്ടായി വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഈ വീട്ടിൽ ആരുമില്ലേ? ഈ വീട്ടിൽ ആരുമില്ലേ? മൈൻഡില്ല. എന്താണ് ഈ നിമിഷത്തിൽ താങ്കൾക്ക് പറയാനുള്ളത്? ഉള്ള സമാധാനം പോയി എന്ന് പറയാം. പെങ്ങൾ വന്നതിൽ സന്തോഷമുണ്ടോ? എന്തിന് ഉള്ള സമാധാനങ്ങളായിരുന്നു പോലെ കിടക്കുന്നു ഗൈസ്. എന്തായാലും നോമ്പില്ലായില്ലേക്ക് ബോഡി എനിക്ക് അന്തസ്സായി നോമ്പുണ്ട് കേട്ടോ. എത്രണ്ണം എടുത്ത്? 2 നോമ്പാ ഗൈസ്. ഇപ്പോൾ എടുത്ത് 2 നോമ്പ് എടുത്തിട്ട് മെയിൻ ആവുന്ന എന്റെ താത്താനെ കണ്ടാൽ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് പറയൂ. നമ്മൾ മമ്മിക്ക് ഡ്രസ്സ് എടുക്കാൻ പോവുകയാണ്. പ്രീതിയിലോട്ടാണ് പോകുന്നത്. എന്റെ വകല്ല, എന്റെ വക. കിളവിക്ക് ഡ്രസ്സ് തപ്പിന്ന് മടുക്കും. സോ നമുക്ക് പോയി നോക്കാം. ഇവിടെ നമ്മള് മലപ്പുറത്ത് അങ്ങനെ വലിയ ഷോപ്പൊന്നുമില്ല. പ്രീതിയാണുള്ളത്. ഇനിയിപ്പോ അവിടെ പോയിക്കണം. ലെറ്റ്സ് ഗോ. നമ്മള് പ്രീതിന്റെ മുന്നിലെത്തിട്ടോ. ഞാൻ അതേമാതിരി കിട്ടൂല. പ്രീതിയിൽ ചെന്ന് കുറെ ഡ്രസ്സ് തപ്പെങ്കിലും ഉമ്മാക്ക് ഇഷ്ടപ്പെട്ടൊന്നും ഉമ്മാക്ക് കിട്ടിയില്ല കേട്ടോ. കാരണം ഇതതിനെ കൊണ്ട് തന്നെ നമ്മൾ ലാസ്റ്റിക്കാണ് ചെന്ന് എടുക്കുന്നത്. ഇപ്പൊ ഒരു 24-25 നോമ്പായല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒക്കെ തെരവായിക്കുണ്ട്. അപ്പൊ പിന്നെ ഞങ്ങൾ വിചാരിച്ചു കുന്നും അസോട്ടിക്ക് എന്ന് പറഞ്ഞിട്ടൊരു കട ഉണ്ട്, അവിടെ പോവാന്ന്. അവിടെ പോയി ഞാൻ ഈ ക്യാമറയും കൊണ്ട് പിടിച്ച് നടക്കണ നേരം കൊണ്ട് പുള്ളിക്കാരത്തിക്ക് വേണ്ട തപ്പ് എടുത്തുക്കണം കേട്ടോ. ഫസ്റ്റ് എടുത്തത് ഈ ഒരു ഗ്രീനാണ്. ഞാൻ പറഞ്ഞു ഗ്രീനിൽ കുറെ നിങ്ങൾക്ക് ഉണ്ടല്ലോ, അതുകൊണ്ട് നിങ്ങൾ ഗ്രീൻ എടുക്കണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഇതിന്റെ നേരെ കളർ റെഡ് എടുത്തു കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. മെച്ചിക്ക് റെഡ് കളർ ഇല്ലായിരുന്നു. അങ്ങനെ അതും എടുത്തിട്ട് ഞങ്ങൾ ബില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. പിന്നെ ഇതൊക്കെ ഒരു ഹാപ്പിനെസ് അല്ലേടാ. കൊച്ചു കള്ളി ചുരിദാറൊക്കെ ആയിട്ട് പോവുകയാ. രസമുണ്ട്. ചോപ്പ് കളർത്തില്ലല്ലോ. മതി പോരി. ബിൽ എങ്ങനെ പോലീ ഇനി കൊടുക്കാ? നസീമക്കല്ലേ? നസീമ അതവിടെ. സോ ഇനി നമ്മൾ നസീമയിലോട്ട് പോവുകയാണ്. 2 കൂട്ട് ചുരിദാർ. ഒരു കൂട്ട് ചുരിദാർ എന്ന് പറഞ്ഞ് വന്നിട്ട് 2 കൂട്ട് ചുരിദാർ ലോൺ എടുപ്പിക്കും എന്നെ കൊണ്ട്. നോമ്പറക്കാൻ വേണ്ടി ഫലൂദ യൂണിറ്റിലേക്ക് വന്നിക്കുകയാണ്. ബാങ്ക് കൊടുക്കുന്നുണ്ട് നോമ്പറക്കാനായി. 150 രൂപക്ക് ഇവിടെ ഒരു ഇഫ്താർ കോമ്പോ ഉണ്ടായിരുന്നു കേട്ടോ. റോള്, അതുപോലെ തന്നെ ഫ്രൂട്ട് സലാഡ്, കട്ട് ഫ്രൂട്ട്സ് ഉണ്ടാവും, പിന്നെ ബത്തക്ക ജ്യൂസ് ഉണ്ടാവും. നല്ല ടേസ്റ്റാണ്. എനിക്ക് ഈ റോള് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. പിന്നെ ഒരാൾക്ക്
കഴിക്കാനുള്ളത് ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ ഞങ്ങൾക്ക് രണ്ടാൾക്കും റോള് ഒറ്റൊന്ന് തിന്നൂലെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ രണ്ടാളും പീസാക്കിപ്പിച്ചിട്ടോ. കാരണം വീട്ടിൽ ഒരുപാട് ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടാണ് നമ്മൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഉമ്മച്ചിക്ക് ചുരിദാർ ഒന്നും കൂടി വേണ്ട, ഒരു ചെരുപ്പ് മതി പറഞ്ഞിട്ട് ചെരുപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റൈൽ ടോസ്ക്ക് വന്നതാണ് കേട്ടോ. കുന്നുമ്മള്ള ഈ ഷോപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാതും അഫോർഡബിൾ റേറ്റ് ആണ്. നല്ല അടിപൊളി കിടിലൻ കളക്ഷൻസും ഉണ്ട് കേട്ടോ ഇവിടെ. നമ്മൾ അസോട്ടിക്കിൻ്റെ തൊട്ടടുത്ത് പുതിയതായിട്ട് ഓപ്പൺ ചെയ്ത ഒരു ഷോപ്പാണ്. ഹാപ്പി ആണോ? നമ്മള് ചെരുപ്പ് എടുത്തിട്ട് ബില്ലടിക്കാൻ വേണ്ടി പോയപ്പോ നമ്മളെ വീഡിയോ ഒക്കെ കാണുന്ന ആളേനു. അപ്പൊ മൂപ്പര് പറഞ്ഞു നമുക്ക് പേയ്മെന്റ് വേണ്ട, നമ്മളെ ഷോപ്പിന്റെ വീഡിയോ ചെയ്താൽ മതി. ഓൾറെഡി നമ്മള് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ 700 റുപ്യന്റെ ചെരുപ്പ് എനിക്ക് വെറുതെ തന്നു തട്ടാര്. ഇവള് വീഡിയോ ഇട്ടാ മതി. ഉമ്മാക്കന്നെ ഇപ്രാവശ്യത്തെ പെരുന്നാള് ചുരിദാർ ചെരുപ്പ്. ഇവളെ വക ചുരിദാറും ചെരുപ്പും, ദിലുവിന്റെ വക ചെരുപ്പ്, മാക്സി, ചെരുപ്പ്, മാക്സി, അടിപ്പാവാട, ബ്രേസിയർ. അപ്പൊ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ കാണാം. നമ്മള് ദിലൂക്ക് ബർത്ത്ഡേക്ക് ഒന്നും കൊടുത്തിട്ടില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ദിലൂക്ക് ഉമ്മാനെ വയറ് നിറച്ചിക്കണം, ഉമ്മാക്ക് ചുരിദാറും ചെരുപ്പ് വയ്ക്കണു. ഇനി നമ്മക്ക് ദിലൂക്ക് ഒരു ചുരിദാറും കൂടി എടുത്ത് കൊടുത്താൽ ഇന്നത്തെ കോട്ട കഴിഞ്ഞു. സോ വി ആർ ഗോയിങ് ടു നെഫ്റ്റീന. ഓക്കെ, കിളവി സൈഡായി ഗൈസ്. ഹായ്, സബ്സ്ക്രൈബറാണ്. അഭിനയിച്ചല്ലേ, ക്യാമറ ഓണാക്കിയപ്പോ മക്കൊരു അഭിനയോ ഉണ്ടോ? ചേച്ചിക്ക് ഊരവേദനയായിട്ട് നമ്മള് ഹോസ്പിറ്റലിലേക്ക് വന്നിട്ടാട്ടോ. ബ്ലോക്കൊക്കെ കുന്തളിപ്പൊക്കെ എന്തോ നിൽക്കും. നമുക്ക് ദിലുവിൻ്റെ അടുത്ത് പോയേക്കോ. ഓക്കെ, ഗർഭമുണ്ടോ? എന്താണ് ചുമ്മാന ഹോസ്പിറ്റലിലാട്ടാ വന്നത്? അതോ കല്യാണത്തിന് പൊട്ടടിച്ചിട്ട് ആവേ? അങ്ങനല്ല, ഇവര് രണ്ടാളും പെരുന്നാൾക്ക് ഡ്രസ് എടുക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഇനി ഇവിടെ എന്താ? അതില് ഭയങ്കര സന്തോഷവും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടാ. പിന്നെ വിളിക്കണേ ഉമ്മക്ക് ഊരവേദന എന്ന് പറഞ്ഞാണ്ട് ബ്ലോക്കിൽ ഞാനും എനിക്ക് ഡ്രസ് എടുക്കാനായിട്ട് ഇറങ്ങിയതാ. ഞാൻ വിചാരിച്ചപ്പോ ഊരവേദനയായിട്ട് ബ്ലോക്കിൽ ഒന്ന് വരിക്കേണ്ടി. വേറൊരു കാര്യമുണ്ട്, ഞാനും ഉമ്മ എപ്പോ പുറത്തിറങ്ങിയാലും ലാസ്റ്റ് ഹോസ്പിറ്റലിൽ വേറെ കൊണ്ട് മനുഷ്യന് വണ്ടി പോലെയാണ് എപ്പോഴും. അപ്പൊ സംഭവം എന്താ വെച്ചാല് 2 ആഴ്ചയായിട്ട് ഉമ്മാക്ക് ഊരവേദന ഉണ്ട് കേട്ടോ. ഞങ്ങള് ഇവിടെ ഷോപ്പ് ചെയ്യാനും കൂടി ഇറങ്ങിയപ്പോ ഉമ്മാക്ക് ഊരവേദന കൂടി. അപ്പൊ ഞങ്ങള് ബ്ലോക്കിലേക്ക് ഒന്ന് ഇഞ്ചക്ഷൻ വെക്കാന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. ഹോസ്പിറ്റലിൽ എത്തിയപ്പോ തീരെ കുറച്ച് വേണ്ടായി. പിന്നെ ഇഞ്ചക്ഷൻ വെച്ചപ്പോ സെറ്റ് ആയിരുന്നു കേട്ടോ. അപ്പൊ തന്നെ ആള് ഓക്കെ ആയിട്ടുണ്ടായിരുന്നേ. നമ്മള് ദിലുവിന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് കൈമാറാൻ പോവുകയാണ്. ദിലു അവിടെ നിൽക്കുന്നു. നമ്മള് കൈമാറി എന്താണ് പറയുന്നത്? കിട്ടുണ്ട് ക്യാമറ അതല്ല, ഇത് കട്ട് ചെയ്യരുത്. പറയട്ടെ, എന്റെ ബർത്ത്ഡേ വരുന്നത് ജനുവരി 31-ാം തീയതി. എന്റെ അത്ര ഓളായിട്ട് പോലും പഠിക്കില്ല. 31-ാം തീയതി വരുന്നത്. ഇപ്പൊ എത്രാം തീയതി? മാർച്ച് 23-ാം തീയതി. ഇതിന്റെ ഇടയിൽ എന്തൊക്കെ സംഭവിച്ചെന്നറിയോ? ഒരു പ്രാവശ്യം എനിക്ക് ചെരുപ്പ് എടുത്ത് കൊടുന്നെങ്ങാണ്ട് അത് സൈസ് ഇല്ല പറഞ്ഞു അങ്ങനത്തെ കൊണ്ട്. പിന്നെ അതിന്റെ വെളിച്ചപ്പാടൊന്നും ഇല്ലട്ടാ. പിന്നെ എന്നാ ഉണ്ട് ഞാൻ ചീച്ചിയുടെ സാധനം കിട്ടിയോ? ചീച്ചിലാണ് ഇപ്പൊ കൊടുത്തത്. റിച്ച് സാധനം കിട്ടിയോ? സാധനം കാണിച്ചു കൊടുക്കും. നല്ല അടിപൊളി സാധനമാണ്. 1000 baht. ഓക്കെ നമ്മള് ബാബുവിന് ചെരുപ്പ് നോക്കുകയാണ്. എന്താണ് ഈ അപൂർവ ഹാപ്പി ആണോ? ഹാപ്പി എന്ത് പ്രതീക്ഷിക്കാതെ ബാബു എന്താണ് മൂട് തിരിഞ്ഞു നിൽക്കുന്നത്? നാം ഈ കാണുന്നത് നിങ്ങളതൊക്കെ നമുക്കുണ്ടാ? ആൺകുട്ടിക്ക് മാത്രമേ ഉള്ളൂ? ആൺകുട്ടിക്ക് മാത്രമേ ഉള്ളൂ? കളവി ആൺകുട്ടിക്ക് മാത്രമേ ഉള്ളൂ? ആൺകുട്ടിക്ക് മാത്രമേ ഉള്ളൂ കളവിയെ? പെൺകുട്ടികളെ പരിഗണിക്കോ? എടാ അതൊക്കെ ബോയ്സിൻ്റെതാ.
അങ്ങനെ നമ്മൾ ഈദ് ഷോപ്പിംഗ് ഒക്കെ ഉമ്മാക്കുള്ളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ കോഴിക്കോട് നിന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിത് ഉപ്പിലിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിക്കാണ് കേട്ടോ. അപ്പോൾ